ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഒരു 6 മാസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാണ്. അത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മുടി വോളിയമൈസിങ് ചെയ്തത് ഞാൻ അന്ന് ഒരു 6 മാസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഇപ്പോൾ കണ്ടോ, ഈ ഭാഗമൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വലുതായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വോളിയമൈസിങ് ചെയ്തത് ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്കാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ വലുതായി, ഇവിടെ നിന്നും ചെയ്തതൊക്കെ പോയി. അപ്പൊ നമുക്കിത് രണ്ടാമത് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇവിടെ താഴെ വരെ കുഴപ്പമില്ല കേട്ടോ, മുടി പുതിയത് വളർന്നു വരണ ഈ ഭാഗത്ത് മാത്രമാണ് പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പോർഷൻ മൊത്തം വോളിയമൈസിങ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ വെലോസിറ്റിയുടെ ഇങ്ങനൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. വോളിയമൈസിങ് ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് പറഞ്ഞാൽ മതി. ഇതിന് അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. 270 രൂപ മറ്റോ 270 രൂപയോളം വന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതിന്റെ നമ്മൾ നോക്കുമ്പോൾ മാനുഫാക്ചറിങ് ഡേറ്റും അതുപോലെ എക്സ്പയറി ഡേറ്റും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. ഇതിപ്പോൾ 24-ലാണ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ എക്സ്പയറി ആവുന്നത് 27-ലാണ്, 2027-ലാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനും മുടിക്കൊക്കെ ഡാമേജ് വരുത്തുമല്ലോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മുടി നന്നായിട്ട് ഷാമ്പു ചെയ്യണം. മുടിയിൽ ഒട്ടും എണ്ണമയം പാടില്ല കേട്ടോ. എണ്ണ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് മുടി നന്നായി പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു വോളിയമൈസിങ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ എണ്ണയൊക്കെ മുന്നേ നന്നായി ഷാമ്പു ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. തുറക്കുമ്പോൾ ആദ്യം നമുക്ക് ഒരു ലിക്വിഡാണ് കിട്ടുന്നത്, വെലോസിറ്റിയുടെ ലിക്വിഡ്. പിന്നെ അതിൽ തന്നെ ഒരു പൊടിയുണ്ട് കേട്ടോ. അപ്പം അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരും ചെയ്യാം. എൻ്റെ മുടി ഇപ്പോൾ ഷാമ്പു ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ എന്തായാലും തല കഴുകേണ്ട കാര്യമില്ല, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കതിന് ഈ മുടീനെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ മെടഞ്ഞിടുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ ലെയർ എടുത്തിട്ട്, ഇതുപോലെ ചെറിയ ലെയർ എടുത്തിട്ട് ഈ കട തൊട്ട് ഈ തുമ്പ് വരെ മെടഞ്ഞിടണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് പൊന്തി നിൽക്കാനാണെങ്കിൽ ചെറിയ ലെയർ എടുക്കാം. മുടി കുറച്ച് പൊന്തിയാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുടി കൂടുതൽ എടുക്കാം കേട്ടോ. അത്രയും അധികം എടുത്തിട്ട് കട തൊട്ട് തുമ്പ് വരെ മെടഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് മെടയാനുള്ള പരിപാടി തുടങ്ങാം. അതിനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. ചെറുതാക്കി മെടയാണെങ്കിൽ കുറേ സമയം എടുക്കും, വലുതാക്കിയിട്ടാണെങ്കിൽ പെട്ടെന്ന് കഴിയും. എന്നാൽ അതിനാണ് നമുക്ക് കൂടുതൽ സമയം ആവശ്യമുള്ളത്. ഞാൻ ഫ്രണ്ടിൽ ഇത് ഇത്രയും മുടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ മൂന്നായിട്ട് പിൻ ചെയ്യാം. കടഭാഗത്തുനിന്ന് തൊട്ട് നന്നായി ടൈറ്റ് ചെയ്തിട്ട് വേണം കെട്ടാനായിട്ട് കേട്ടോ. ടൈറ്റ് ചെയ്തിട്ട് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ മെടയാനാണ് കേട്ടോ കുറേ സമയം എടുക്കാം. കണ്ടോ, തുമ്പ് വരെ നമുക്ക് മെടഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ മൊത്തം മുടീനെ നമ്മൾ മെടഞ്ഞിടണം. ഈ 3 ലെയർ ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയും കുറേ ഭാഗങ്ങൾ കെടുക്കുകയാണ്. ഇപ്പൊ ഫുള്ളായിട്ട് മെടഞ്ഞു കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ ഫുൾ പെട്ടയാണ്, മുടികൾ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ വോളിയമൈസിങ് ചെയ്യാന്ന് വിചാരിച്ചത് തന്നെ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെലോസിറ്റിയുടെ ഈ ലിക്വിഡ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതടിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കണം. അതിനുശേഷം നമുക്ക് ഈ മുടിയുടെ ഓരോ ഇഴകൾ എടുത്തിട്ട് ഈ കട തൊട്ട് ഈ തുമ്പ് വരെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിലേക്ക് പകർത്താട്ടോ. പകുതിയോളം പകർത്തിയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ഇഴകൾ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. തലയോട്ടിമ ആവാതെ ശ്രദ്ധിക്കണം. ആയാലും കുഴപ്പമില്ല, എന്നാലും പരമാവധി ആവാതെ നോക്കണം. നന്നായി നനച്ചു കൊടുക്കണം കേട്ടോ. അറ്റം വരെ നനച്ചു കൊടുക്കണം.
അങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഫുള്ളായിട്ട് നനച്ചു കൊടുക്കണം. ഇത് ഓരോന്നും ചെയ്ത് കഴിഞ്ഞതിൻ്റെ തുമ്പ് ഭാഗം കെട്ടിയിടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതറിയാൻ പറ്റില്ലല്ലോ, ആദ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞു. വെലോസിറ്റിയുടെ ലിക്വിഡിന് ഒരു കുത്തുണ്ട് കേട്ടോ, കണ്ണിട്ടൊക്കെ ഇങ്ങനെ നീര് പിടിക്കണ പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിന് കുഴപ്പമില്ല, നമ്മുടെ മുടി ഭംഗിയാവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എല്ലാ മുടിയിലും വെലോസിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ലിക്വിഡ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, ഇത് ഉണങ്ങിയിട്ട്. അതിനുശേഷം അടുത്ത പ്രോസസ്സ് ചെയ്യാം. ഫ്രണ്ട്സ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഒരു വിധം ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ലിക്വിഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ 1 മണിക്കൂറോളം ഇരിക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്കിങ്ങനെ മുക്കി വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ മുടി എടുത്തിട്ട് കഴുകാം കേട്ടോ, വാഷ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ മുടിനെ നന്നായി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഈ വെലോസിറ്റി ലിക്വിഡിൻ്റെ കൂടെ നമുക്കൊരു പൊടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളത്തിൽ, നൈസായിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഇത് കലക്കിയിട്ട് നമുക്ക് ഇത് മുടിയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് പൊടി കണ്ടോ, പൊടീനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പകുതി പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് അലിയിച്ചു കൊടുക്കാം ഈ വെള്ളത്തിൽ. അപ്പോൾ പൊടി ഇതിൽ അലിഞ്ഞിട്ടുണ്ട്, ഈ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. ഇത് കോട്ടൺ വെച്ചിട്ട് നമുക്ക് കോട്ടണിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം. പക്ഷെ ഇപ്പോൾ കോട്ടൺ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴയ ബോട്ടിൽ തന്നെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത്, മുടിയുടെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ ബോട്ടിൽ ഇതാ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിന് ഡെവലപ്പർ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഡെവലപ്പർ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മുടി മാറി കിട്ടുക. അപ്പോൾ ഇത് കോട്ടൺ വെച്ചിട്ടാണ് മെയിനായിട്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ കോട്ടൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ബോട്ടിൽ തന്നെ നിറച്ചിട്ട് അതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ എല്ലാ മുടികളിലും എല്ലാത്തിലും ചെയ്തിട്ടൊരു 3/4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇത് ഉണങ്ങാനായിട്ടുള്ള ഒരു സമയം 3/4 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 3/4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഡെവലപ്പർ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം നന്നായി തുടച്ചെടുത്ത് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇത് അഴിച്ചെടുക്കാം. മുടി കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം കേട്ടോ. അഴിച്ചെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്, ചെറുതാക്കി മണങ്ങിട്ടുള്ളതുകൊണ്ട്. എന്നിട്ട് അടിക്കാനാണോ? അഴിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കെട്ടണേക്കാളും ബുദ്ധിമുട്ടാണ് അഴിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ നന്നായി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, അഴിച്ചു കഴിഞ്ഞു കേട്ടോ. മൊത്തം അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഴുവനിങ്ങനെ ചുരുണ്ടിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ. നമുക്കിതിന് നിവർത്തണം, ഒന്ന് ഉണക്കിയെടുത്തിട്ട് ചീർപ്പുകൊണ്ട് നന്നായിട്ട് നീരി കൊടുക്കാം കേട്ടോ. നമുക്ക് ഡ്രയർ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ചീർപ്പുകൊണ്ട് ഇടാം. ഫ്രണ്ട്സ്, നമ്മുടെ മൊത്തം ലുക്ക് തന്നെ മാറിയിട്ടോ. കണ്ടോ, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അപാകതകളൊക്കെ മാറി. ഇവിടെ ആദ്യം പെട്ട പോലെ ഇല്ലായിരുന്നത്. ഇപ്പൊ ഇത് മുടിയൊക്കെ നിറയെ വന്നു. മുടിക്ക് ഭയങ്കര തിക്കായി, കണ്ടോ. അടിപൊളിയായില്ലേ.
അപ്പൊ നമുക്ക് ഞാൻ കെട്ടാറുള്ള പോലെ ഇവിടെ മുകളിലേക്ക് ഒന്ന് കെട്ടി നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എൻ്റെ മുടി കണ്ടിരുന്നതല്ലേ, ഇവിടെ ഭയങ്കര പെട്ടൊക്കെ ആയിട്ട്. അപ്പൊ അതാ ഭയങ്കര തിക്കായി, ലുക്ക് തന്നെ മൊത്തം മാറി. ലുക്ക് കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല സിമ്പിൾ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മോഡേൺ ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ മുടി കുറവുള്ള ആൾക്കാരാണെങ്കിൽ അതുപോലെ ട്രൈ ചെയ്ത് നല്ല രസമായിട്ട് കെടുക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ കെട്ടണമെന്നൊന്നുമില്ല, ഓരോരുത്തരുടെയും മുഖത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ കെട്ടാലോ. അപ്പൊ മുടി കുറവുള്ള ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ലൊരു സംഭവമാണ്, മുടിക്ക് ഒരു കേടും വരുത്തില്ല. എനിക്ക് ഇതുവരെ പ്രശ്നമില്ല, ഞാൻ വർഷങ്ങളായി ഇത് ചെയ്തു തുടങ്ങിയിട്ട്. മുടി അങ്ങനെ കൊഴിച്ചിലോ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ സ്ട്രൈറ്റനിങ് ചെയ്യണ പോലെ ഹീറ്റ് ഒന്നും കൊടുക്കണില്ലല്ലോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മുടി നന്നായിട്ട് വളരുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാൻ നല്ലതാണ്, ഇതുപോലെ സ്റ്റൈലിഷ് ആവുകയും ചെയ്യാം. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.